ഈജിപ്തിൽ 4500 വർഷം പഴക്കമുള്ള ഒരു കലണ്ടറുണ്ട്. ഇതിൽ ഒരു വർഷം എന്നാൽ 365 ദിവസമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലാണ് നിഗൂഢതയുള്ളത്. ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്ന് തെളിയിച്ചത് 16-ാം നൂറ്റാണ്ടിലാണ്. തുടർന്നാണ് ഭൂമിയുടെ ഒരു കറക്കത്തിന് 365 ദിവസം വേണമെന്ന് മനുഷ്യർ കണ്ടെത്തിയത്. അപ്പോൾ പിന്നെ എങ്ങനെയായിരിക്കും 4500 വർഷം മുമ്പേ തന്നെ 30 ദിവസം വെച്ചുള്ള 12 മാസവും 5 അധിക ദിവസവും ചേർത്ത് 365 ദിവസമുള്ള കലണ്ടർ ഈജിപ്തിലുള്ളവർ കണ്ടെത്തിയത്? ഋതുക്കളെ നിരീക്ഷിച്ച്. നൈൽ നദിയോരത്ത് കൃഷി ചെയ്യുന്ന ഈജിപ്തുകാർ നേരിട്ട പ്രധാന പ്രശ്നമാണ് അപ്രതീക്ഷിതമായി ഉണ്ടാവുന്ന വെള്ളപ്പൊക്കം. എങ്കിലും അവർ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. ഏകദേശം 350 ദിവസം കൂടുമ്പോഴാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത്. നമുക്ക് കേരളത്തിന്റെ കാര്യം തന്നെ എടുക്കാം. എല്ലാ വർഷവും മെയ് ജൂൺ മാസമാവുമ്പോൾ മൺസൂൺ മഴ പെയ്യുമല്ലോ. അടുത്ത വർഷവും ഇതേ മെയ് ജൂൺ മാസമാവുമ്പോൾ വീണ്ടും മഴ പെയ്യും. അപ്പോൾ ഇതിന്റെ ഇടയിലുള്ള ദിവസം എണ്ണിയാൽ ഏകദേശം 350 ദിവസം വരും. ഇത് തന്നെയാണ് ഈജിപ്തിലും നടക്കുന്നത്. ആഫ്രിക്കയിൽ പെയ്യുന്ന മൺസൂൺ മഴയാണ് നൈലിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നത്. എങ്കിൽ കൃത്യമായി 365 ദിവസം എന്ന കണക്ക് എങ്ങനെ വന്നു? കൃഷിക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുവാൻ വർഷത്തെ വിഭജിക്കുവാൻ തീരുമാനിച്ചതാണ് കാരണം. ഇതിനുവേണ്ടി ചന്ദ്രനെ അടിസ്ഥാനമാക്കി 30 ദിവസമുള്ള 12 മാസമുണ്ടാക്കി. അമാവാസി മുതൽ അമാവാസി വരെയുള്ള 30 ദിവസമാണ് ഒരു മാസം. 12 മാസങ്ങൾ കൂടാതെ കൃഷി ആരംഭിക്കുന്നതിന് മുമ്പേയുള്ള ഉത്സവാഘോഷങ്ങൾക്കായി 5 വിശുദ്ധ ദിവസങ്ങളും കൂടി ചേർത്തപ്പോൾ അത് 365 ദിവസമുള്ള കലണ്ടറായി മാറുകയാണ് ചെയ്തത്.